ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വിശുദ്ധ വലിയ നോമ്പിന്റെ 24-ാം ദിനത്തിൽ പുറപ്പാടിന്റെ നൊമ്പരങ്ങൾ എന്ന വിഷയത്തെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പുറപ്പാട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത നടത്തിയ മോചന യാത്രയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ 1-ാം ലേഖനം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പുറപ്പാടിന്റെ നൊമ്പരങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാം. ഇവിടെ 3 രീതികളിൽ പുറപ്പാടുകൾ കാണുവാനായി സാധിക്കുന്നു. 1, സ്നേഹത്തിന്റെ പുറപ്പാട്. 2, ദൈവവിളിയിലെ പുറപ്പാട്. 3, നൊമ്പരത്തിൽ നിന്ന് ദൗത്യത്തിലേക്കുള്ള പുറപ്പാട്. 1, സ്നേഹത്തിന്റെ പുറപ്പാട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരം കാണുവാൻ കഴിയുന്നു: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചതുകൊണ്ടാണ് തന്റെ പുത്രനെ അവൻ നമുക്കായി നൽകിയത്. ദൈവത്തിന്റെ സ്നേഹം അളവറ്റതാണ്, അല്ലേ? അവന്റെ ഏറ്റവും വലിയ പുറപ്പാട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ളതായിരുന്നു. ആ യാത്രയിലെ ഏറ്റവും വലിയ നൊമ്പരം എന്നത് കാൽവറിയിലെ കുരിശും. എന്നാൽ നമ്മെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ അവൻ സഹിച്ച ആ വേദനയാണ് ആ കുരിശുമരണം. 2, ദൈവവിളിയിലെ പുറപ്പാട്. ഇവിടെ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് മോചിപ്പിക്കാൻ മോശയ്ക്ക് ലഭിച്ച ദൈവവിളിയാണ് ദൈവവിളിയിലെ പുറപ്പാട്. എന്നാൽ അതൊരു സാധാരണ ദൗത്യമായിരുന്നില്ല. മോശയുടെ ജീവിതത്തിലെ വലിയ മാറ്റമായിരുന്നു അത്. എന്നാൽ അവൻ ഭയപ്പെട്ടു, സംശയിച്ചു. പക്ഷേ ദൈവം കൂടെയുണ്ടെന്ന ഉറപ്പാണ് അവനെ മുന്നോട്ട് നയിച്ചത്. 3, നൊമ്പരത്തിൽ നിന്ന് ദൗത്യത്തിലേക്കുള്ള പുറപ്പാട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ജയിലിൽ കഴിയുമ്പോഴും അവൻ തന്റെ വേദനയെ ദൈവത്തിനായുള്ള ദൗത്യമായി കണ്ടു. അവന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ നൊമ്പരത്തിലും ദൈവത്തിന്റെ വലിയ ഉദ്ദേശമുണ്ട് എന്നതാണ്. നമ്മുടെ ജീവിതത്തിലും പല പുറപ്പാടുകൾ ഉണ്ടാകാം, അല്ലെ? പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, സ്വാർത്ഥതയിൽ നിന്ന് സേവനത്തിലേക്ക്, നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക്. പക്ഷെ ഈ യാത്രകളൊന്നും എളുപ്പമല്ല. ഓരോ നോമ്പുകാലവും ഓരോ പുറപ്പാടുകളാണ്. ചില രുചികളെ വെടിയുകയും ചില ഇഷ്ടങ്ങളെ മാറ്റി നിർത്തുകയുമാണ് അവിടെ ചെയ്യുന്നത്. എന്നാൽ ആ നൊമ്പരങ്ങളൊക്കെ തന്നെ വെറുതെ ആകുന്നില്ല. അത് നമ്മെ ക്രിസ്തുവിനോട് ചേർക്കുകയാണ് ചെയ്യുന്നത്. നാം വെളിച്ചത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ ഒരു ശില്പി വലിയൊരു കല്ല് ചെത്തിമിനുക്കി മനോഹരമായ ഒരു രൂപം നിർമ്മിക്കുകയായിരുന്നു. ഓരോ തവണ ഉളിയും ചുറ്റികയും കൊണ്ട് കല്ലിൽ അടിക്കുമ്പോഴും ആ കല്ല് കരയുന്നതായി അദ്ദേഹത്തിന് തോന്നിക്കൊണ്ടേയിരുന്നു. എന്നാൽ ആ ഓരോ അടിയും ആ കല്ലിന്റെ അനാവശ്യ ഭാഗങ്ങളെ നീക്കം ചെയ്യുകയായിരുന്നു. ആ വേദന സഹിച്ചതുകൊണ്ട് മാത്രമാണ് അവസാനം അതൊരു വലിയ നല്ല ശില്പമായി മാറിയത്. പ്രിയരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില ചെത്തിമിനുക്കലുകൾ നടത്തുന്നത് പുറപ്പാടിന്റെ ഭാഗമായാണ്. ആ ഉളിയടികൾ നൊമ്പരമുണ്ടാക്കുമെങ്കിലും അത് നമ്മെ ദൈവത്തിന്റെ സാദൃശ്യത്തിലേക്ക് മാറ്റാനുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ ആത്മീയ നൊമ്പരങ്ങൾ നാളത്തെ സ്വർഗീയ സന്തോഷത്തിലേക്കുള്ള വാതിലുകളാണ്. കുരിശിന്റെ നൊമ്പരം സഹിച്ച ക്രിസ്തുവിനോടൊപ്പം നമുക്കും ഈ നോമ്പ് യാത്ര തുടരാം. ദൈവം നമ്മെ ഓരോരുത്തരെയും തന്റെ കൃപയിൽ കാത്തു പരിപാലിക്കട്ടെ.